ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ നൂറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തനത്തിന്റെ പരിചയവുമായി ഇടിച്ചു കയറരുത്. കേരളത്തിലെ ജനങ്ങൾക്കായി രമേശ് ചെന്നിത്തല സമർപ്പിക്കുന്ന കേരളയുടെ അതിന്റെ തൊട്ട് പിന്നിൽ സ്കൂൾ കുട്ടികൾ അണിചേരണം. ദയവായി ആരും മുൻവശത്ത് ഇടിച്ചു കയറരുത്. അരനൂറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തനത്തിന്റെ ആകത്തുകയുമായി കേരളത്തിലെ അടുത്ത ഒരു സമൂഹത്തെ തലമുറയെ വാർത്തെടുക്കുവാനുള്ള ഭീകരയജ്ഞത്തിന്റെ ഭാഗമായി മയക്കുമരുന്നിന്റെ മഹാലഹരിയിൽ മാസ്വരിക ലഹരിയിൽ വീണ് തകരുന്ന കേരളത്തിലെ വിദ്യാർത്ഥി വർഗത്തെ യുവജനവർഗത്തെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരളത്തിന്റെ പ്രിയങ്കരനായ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല കേരളത്തിലെ ജനങ്ങൾക്കായി സമർപ്പിക്കുന്ന വാക്ക് ഇതാ ഈ നഗരവേദികളിലൂടെ കടന്നു വരികയാണ്. കേരളത്തിന്റെ പ്രിയങ്കരനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ദയവായി അനൗൺസ്മെന്റ് വണ്ടി പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം. ദയവായി മുമ്പിൽ നിൽക്കുന്നവരെ സ്വല്പം മാറി അനൗൺസ്മെന്റ് വണ്ടി മുമ്പിലേക്ക് കടത്താനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദയവായി മാറി നിൽക്കണം. ദയവായി വണ്ടി അനൗൺസ്മെന്റ് വണ്ടി മുൻവശത്തേക്ക് വിടാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയങ്കരനായ രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്ക് അഗൈൻസ്റ്റ് ഡ്രഗ്സ് എന്ന പരിപാടി ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. എല്ലാവരും ഈ അനൗൺസ്മെന്റ് വാഹനം മുന്നോട്ട് കടന്നു പോകുന്നതിന് അഭ്യർത്ഥിക്കണം. സ്കൂൾ വിദ്യാർത്ഥികളെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പുറകിലായി അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികള് ബഹുമാനപ്പെട്ട നേതാക്കന്മാരുടെ കേരളയുടെ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന ജില്ലാ ആസ്ഥാനങ്ങളിൽ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നയിക്കുന്ന 12ാമത് വാക്കത്തോൺ ഇവിടെ അഭിവന്ദനായ ഡീറസ് കോറസ് തിരുമേനി ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ വാക്ക് അഗൈൻസ്റ്റ് ഡ്രഗ്സ് എന്ന പരിപാടിയിൽ കോട്ടയത്തെ സാംസ്കാരിക മേഖലയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും MLA അങ്ങോട്ട് കയറ്റി നിർത്ത്. MLA പ്രധാനപ്പെട്ട എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. യാക്കോബായ സഭയുടെ കോട്ടയത്തെ മെട്രോപൊളിറ്റൻ ദിയോസ്കോറസ് തിരുമേനി, അതുപോലെ തന്നെ നമ്മുടെ അഭ്രയം തിരുമേനി, പ്രിയപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ശ്രീ ആന്റോ ആന്റണി MP, നമ്മുടെ ശ്രീ ഫ്രാൻസിസ് ജോർജ് MP, അതുപോലെ ശ്രീ മോൻസ് ജോസഫ് MLA, ശ്രീ കാപ്പൻ മാണിസി കാപ്പൻ MLA, ശ്രീ KC ജോസഫ്, ശ്രീ ചാണ്ടി ഉമ്മൻ ഇതിൻ്റെ കൺവീനറാണ്. അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ബിൻസി, ശ്രീ ടോമി, ശ്രീ അങ്ങനെയുള്ള എല്ലാ പ്രമുഖരായ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗീവർഗീസ് മാറം ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ദിയോസ്കോറസ് തിരുമേനി ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ് ഇവിടെ. പ്രശാന്ത സുന്ദരമായ പ്രഭാതത്തിൽ ലോകമനസാക്ഷിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ മഹാപ്രയാണവിധ ആരംഭിക്കുകയാണ്. കേരളത്തിലെ അടുത്ത ഒരു തലമുറയെ വീണ്ടെടുക്കുവാൻ വേണ്ടി മയക്കുമരുന്നിന്റെ ഭീകര പിടിയിൽ അമർന്നുകൊണ്ട് വിദ്യാർത്ഥി സമൂഹവും യുവജന സമൂഹവും കേരളത്തിന് നഷ്ടമാകുന്നതിനെ ബോധവൽക്കരിക്കുവാൻ വേണ്ടി അരനൂറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തനത്തിന്റെ അനുഭവ സമ്പത്തുമായി കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി സമർപ്പിക്കുന്ന പ്രൗഡ് കേരള ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. സ്നേഹന്തിയായ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല നയിക്കുന്ന കേരളത്തിലെ 13ാമത്തെ ജില്ലയാണ് കോട്ടയം പ്രൗഡ് കേരളയുടെ ഭാഗമായി.
12ാമത്തെ ജില്ലയാണ്. ഇനിയിപ്പോൾ കേരളത്തിൽ 2 ജില്ലകൾ മാത്രമാണ് അവശേഷിക്കുന്നത്, ഇടുക്കിയിലും എറണാകുളത്തും. കേരള ജനസമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും, തലമുറകളെ തകർത്തുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിൻ്റെ വ്യാപനവും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ബഹുജന അഭിപ്രായം രൂപീകരിക്കുന്നതിന് വേണ്ടി ഈ സംസ്ഥാനത്തെ ചെറുപ്പക്കാരെ എല്ലാവരെയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ വലിയ സംരംഭത്തിന് പുറപ്പെട്ടിരിക്കുന്നത്. ശ്രീ രമേശ് ചെന്നിത്തലയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യുകയാണ്. ഈ വലിയ മൂല്യം ജനമധ്യത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അഭിവന്ദ്യനായ ദിയസ്കോറസ് തിരുമേനിയാണ് ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്തത്. അതിനുശേഷം നമ്മളുടെ മതമേലധ്യക്ഷന്മാർ, സാമുദായിക നേതാക്കന്മാർ, നമ്മളുടെ ബഹുമാന്യനായ അപ്പറം തിരുമേനി അടക്കം നമ്മളുടെ ബഹുമാന്യനായ ഇമാം അടക്കം എല്ലാ ആളുകളും ഈ മുന്നണി പോരാട്ടത്തിൽ ഉണ്ട്. ഞാൻ അവരെ എല്ലാവരെയും നമ്മുടെ നാടിന് വേണ്ടി, കോട്ടയത്തിന് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ബഹുമാനപ്പെട്ട ദിയസ്കോറസ് തിരുമേനി അഭിസംബോധന ചെയ്ത് സംസാരിക്കും. പ്രിയമുള്ളവരെ, ഒരു വാക്ക് മാത്രം പറയുന്നു. കേരളത്തിന്റെ മുൻ ആഭ്യന്തരമന്ത്രി പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല അവർ നയിക്കുന്ന ഡ്രഗ്സിറ്റ് പരിപാടി മനോഹരമായി മാറ്റി നമ്മുടെ നാടിനെ നന്നാക്കി രൂപപ്പെടുത്തിയെടുക്കുവാൻ ഇടയാകുന്നതിൽ സന്തോഷം അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗത്തിൽ നശീകരണത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു. യുവാക്കളുടെയും യുവതികളുടെയും ഇടയിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗം സമൂഹത്തിന് തന്നെ നാശം സംഭവിപ്പിക്കുന്നു. നമ്മുടെ ധന്യമായ ഒരു സംസ്കാരത്തിന് വന്നിരിക്കുന്നതായ ഒരു കോട്ടമായിട്ടാണ് നാം ഇതിനെ കാണുന്നത്. കേരളത്തിന്റെ താളം തെറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ജീവിതയാത്ര ഇപ്പോഴത്തെ തലമുറകളിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്, അതിന് പ്രധാനപ്പെട്ട കാരണം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായും മതസാമുദായിക ബന്ധങ്ങൾക്ക് അതീതമായും കേരളത്തിലെ മനുഷ്യർ എന്ന നിലയ്ക്ക്, ഭാരതീയർ എന്ന നിലയ്ക്ക് ഇതിനെതിരെ പോരാടേണ്ടത് നമ്മുടെ വലിയ ഒരു ഉത്തരവാദിത്വമാണ്. അത് മനസ്സിലാക്കി ഏവരും ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിനോട് സഹകരിക്കുക. ജനത്തിന് കൃത്യമായ ബോധവൽക്കരണം നടത്തുകയും സമൂഹത്തിന്റെ താളം ഭംഗിയായി നിലനിർത്തുവാനുള്ള ഒരു ക്രമീകരണം എല്ലായിടങ്ങളിൽ നിന്നും ഒരുപോലെ ഉണ്ടാവുകയും ചെയ്യണമെന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. നമ്മുടെ നാടിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ അപകടത്തിൽ നിന്ന് നാടിനെ മുഴുവൻ രക്ഷിക്കുവാൻ ഇങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങൾ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല അവർ നയിക്കുന്ന മനോഹരമായ ഈ പ്രഭാത നടത്ത അത് നമ്മുടെ നാടിന് പ്രകാശമായി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സർവേശ്വരൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അഭിവന്ദ്യനായ മാർ അപ്രേം പിതാവ്. പ്രൗഡ് കേരള സംഘടന, അതിന് നേതൃത്വം നൽകുന്ന ശ്രീ രമേശ് ചെന്നിത്തല ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ ലഹരി വിരുദ്ധ നടത്തം, നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ വലിയ ശാപം, നമ്മുടെ നാടിനെ കാർന്നു തിന്നുന്ന ക്യാൻസറാണ് ലഹരി. നമ്മുടെ പൗരന്മാരെ നിഷ്ക്രിയരാക്കുന്ന ഈ വലിയ വിപത്തിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കുവാനായിട്ടുള്ള ഒരു സംരംഭം. സത്യത്തിൽ ഈ അന്തർദേശീയ മാഫിയയ്ക്ക് എതിരെയുള്ള ചെറിയ ഒരു കാൽവയ്പ് എതിർപ്പാണിത് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അതുകൊണ്ട് എല്ലാ ഭാവങ്ങളും പ്രൗഡ് കേരളയ്ക്കും
ഞാൻ പ്രത്യേകമായിട്ട് നേരുകയാണ്. നമ്മൾക്ക് തീർച്ചയായിട്ടും നന്മയുടെ വഴിയെ സഞ്ചരിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ഈ പരിപാടികളിലും കേരളം എല്ലാം ഈ വലിയ പരിപാടി പ്രൗഡ് കേരള തീർച്ചയായിട്ടും സംഘടിപ്പിക്കുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിനെല്ലാ ഭാവുകങ്ങളും എല്ലാ നന്മകളും നേരുന്നു. നമുക്ക് നാടിനെ നന്മയുടെ വഴിയിലൂടെ നയിക്കുവാനായിട്ട് ഇടയാകട്ടെ. ജയ് ഭാരത മാത. നമ്മുടെ അഭിവന്ദ്യനായ താഴത്തങ്ങാടിയമ്മ. പ്രിയമുള്ളവരെ, കേരള ജനത ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മാരകമായ വിപത്തിൽ നിന്ന് ഒരു പൊതുസമൂഹം രാസലഹരിയിൽ അഡിക്ഷനായി മാറുമ്പോൾ നവകേരള എന്ന പ്രയോഗത്തിലുപരി ഒരു നവസമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ പ്രിയങ്കരനായ രമേശ് ചെന്നിത്തല സാർ അവരുടെ നേതൃത്വത്തിൽ നിലനിൽക്കുന്ന ഈ പരിപാടി പ്രഭാത സഞ്ചാരം തീർച്ചയായിട്ടും ഒരു പുതിയ സമൂഹത്തെ വളർത്തിയെടുക്കുവാനും നല്ല ഒരു സന്ദേശത്തെ പകർന്നു നൽകാനും ഉതകുന്നതാണ്. സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രഭാത സഞ്ചാരവും ഈ തുടക്കവും നമ്മുടെ നാടിന് വലിയ വിജയമായി മാറട്ടെ. ഇതുപോലെ എല്ലാ പരിപാടികളിലും അഥവാ ഓരോ കുടുംബത്തിന്റെയും വേദനയും വിഷമവും കണ്ണുനീരും മനസ്സിലാക്കി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന നല്ല ഒരു പ്രവർത്തനമായും നല്ല ഒരു ചുവടുവെപ്പുമായി മാത്രമല്ല നല്ല ഒരു ജനസമൂഹത്തിന്റെ മുന്നേറ്റത്തിനും കാരണമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് വിനീതമായി നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇനി ബാക്കിയുള്ള ജനപ്രതിനിധികളടക്കമുള്ള എല്ലാവരും നമ്മുടെ ഗാന്ധി സ്ക്വയറിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിലാണ് സംസാരിക്കുന്നത്. നമുക്ക് ഇത് ഉടനെ ജാഥ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ ഫ്രണ്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളും മുഴുവൻ ആളുകളും പുറകിലേക്ക് പോകണമെന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഒരു രാഷ്ട്രീയ പരിപാടിയല്ല. അതുകൊണ്ട് ഇതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന മുഴുവൻ പുറകോട്ട് പോകും. മുഴുവൻ ആളുകളും ബാനറിന് പുറകിലായിട്ട് മാത്രമേ എല്ലാവരും പുറകോട്ട് പോകും. ഏറ്റവും മുന്നിൽ എല്ലാവരും പുറകോട്ട് പോകണം. എല്ലാ ആളുകളും പുറകോട്ട് പോകണം. പ്രിയമുള്ളവരെ, അഭിവന്ദ്യനായ ദയാസ് കോറസ് തിരുമേനി അനുഗ്രഹിച്ച് പ്രസംഗിച്ചതുപോലെ സമൂഹത്തിന്റെ താളം തെറ്റിക്കുന്ന രാസലഹരിക്കെതിരെ, മയക്കുമരുന്നിനെതിരെ ബഹുമാന്യനായ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന പ്രഭാത നടത്തം വാക്ക് എഗൈൻസ്റ്റ് ഡ്രഗ്സ് ഇവിടെ നിന്നും ആരംഭിച്ചിരിക്കുന്നു. ഇതിൽ പങ്കെടുക്കാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി ബാനറിന് പിന്നിൽ അണിചേരേണ്ടതാണ്. ആരും ക്രമം തെറ്റിക്കരുത് പ്ലീസ്. ഗതാഗത തടസ്സമുണ്ടാവാതിരിക്കാൻ എല്ലാവരും സ്വയം നിയന്ത്രിക്കണം. ഇതിന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇതിന്റെ മനോഹാരിത കടന്നു വരികയാണ്. രമേശ് ചെന്നിത്തല നയിക്കുന്ന ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. കോട്ടയത്തെ തെരുവീതികളിലൂടെ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള പ്രിയപ്പെട്ടവരെ, ഈ ബാനറിന്റെ മുമ്പിൽ നടക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ബാനറിന്റെ പിന്നിലേക്കാകണം എന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. ഈ ബാനറിന്റെ മുമ്പിൽ നടക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും നിങ്ങൾ ഈ ബാനറിന്റെ പുറകിലേക്ക് മാറണം എന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. അരനൂറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തനത്തിന്റെ അനുഭവ സമ്പത്തുമായി കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല കേരളത്തിലെ അടുത്ത തലമുറയെ വീണ്ടെടുക്കുവാൻ വേണ്ടി സമർപ്പിക്കുന്ന പ്രൗഡ് കേരളയുടെ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് വാക്കത്തോൺ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തത്തിലേക്ക് ഈയാം പാറ്റകൾ
തീയുടെ സൗന്ദര്യം കണ്ട് വീണ്ടും തമിഴ്ന്നതുപോലെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും കേരളത്തിലെ യുവജന സമൂഹവും വീണടിയുന്നതിൽ കേരളത്തിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ വേണ്ടി 11 ജില്ലയിൽ പൂർത്തിയാക്കിയ വാക്കത്തോൺ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഇതാ കോട്ടയത്തിന്റെ തെരുവീതികളിലൂടെ കടന്നു വരികയാണ്. അരനൂറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തനത്തിന്റെ അനുഭവ സമ്പത്തുമായി കേരളത്തിന്റെ പ്രിയങ്കരനായ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് വാക്കത്തോണിതായി വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. മയക്കുമരുന്നിന്റെ പിടിയിലമർന്ന് ഈ ആമ്പറ്റകൾ ചാകുന്നത് പോലെ വിദ്യാർത്ഥികൾ മരിച്ചു വീഴുന്നത് നിങ്ങൾ കാണുന്നില്ലേ? യുവജന സമൂഹം വഴിതെറ്റിപ്പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കേരളത്തിലെ പൊതുസമൂഹത്തെ ഇതെല്ലാം ഒന്ന് ബോധ്യപ്പെടുത്തണ്ടേ? അതിനുവേണ്ടിയാണ് ഈ വാക്കത്തോൺ രമേശ് ചെന്നിത്തല നയിക്കുന്ന പ്രൗഡ് കേരളയുടെ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന മഹാപ്രയാണം ഇതാ ഈ വാഹനത്തിന്റെ പിന്നാലെ കടന്നു വരുന്നു. അരനൂറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തനത്തിന്റെ അനുഭവ സമ്പത്തുമായി കേരളത്തിന്റെ അടുത്ത ഒരു തലമുറയെ വീണ്ടെടുക്കുവാൻ വേണ്ടി രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്കത്തോൺ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കോട്ടയത്തിന്റെ രാജവീതികളെ പ്രൗഢഗംഭീരമാക്കിക്കൊണ്ട് കടന്നു വരികയാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിലമർന്നുകൊണ്ട് കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹവും യുവജന സമൂഹവും വഴിതെറ്റി പോകുന്നതിൽ കേരളത്തിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ വേണ്ടി രമേശ് ഹലോ രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്കത്തോൺ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. അരനൂറ്റാണ്ട് കാലത്തെ അനുഭവ സമ്പത്തുമായി കേരളത്തിലെ യുവജനങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടി കേരളത്തിന്റെ പ്രിയങ്കരനായ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിലെ ജനങ്ങൾക്കായി സമർപ്പിക്കുന്ന വാക്കത്തോൺ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. ഈ ആമ്പാറ്റകൾ തീയുടെ സൗന്ദര്യം കണ്ടതിൽ വീണുചാകുന്നത് പോലെ ഹലോ ദയവായി ബാനറിന്റെ മുന്നിൽ ആരും കയറരുത്. എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി ബാനറിന്റെ പിന്നിൽ അണിനിരക്കണം പ്ലീസ്. വാക്കത്തോണിതായി വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. അരനൂറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തന അനുഭവ സമ്പത്തുമായി കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല കേരളത്തിലെ ജനങ്ങൾക്കായി സമർപ്പിക്കുന്ന മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി പ്രൗഡ് കേരളയുടെ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് വാക്കത്തോൺ ഈ വാഹനത്തിന്റെ പിന്നാലെ കടന്നു വരികയാണ്. കോട്ടയത്തെ രാജവീതികളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഈ രാജവീതികളെ പ്രൗഢഗംഭീരമാക്കിക്കൊണ്ട് ആ മഹാപ്രയാണം ഇതാ കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരും ബാനറിന്റെ പിന്നിൽ അണിനിരക്കണം പ്ലീസ്. ബാനറിന്റെ പിന്നിൽ അണിനിരക്കണം. ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഇതാ കടന്നു വരുന്നു. പ്രൗഡ് കേരളയുടെ ചെയർമാൻ രമേശ് ചെന്നിത്തല കേരളത്തിലെ ജനങ്ങൾക്കായി സമർപ്പിക്കുന്ന വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന മഹാപ്രയാണം ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. 11 ജില്ലകളെ പ്രയാണം പൂർത്തിയാക്കി 12ാമത്തെ ജില്ലയായ കോട്ടയം ജില്ലയിലൂടെ പ്രൗഡ് കേരളയുടെ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന മഹാപ്രയാണം ഇതാ വരികയാണ്. തീയുടെ സൗന്ദര്യം കണ്ട് അതിൽ വീടുചാകുന്ന ഈ ആമ്പറ്റകളെ പോലെ മയക്കുമരുന്നിന്റെ മാസ്മരിരകളിൽ അമർന്നുകൊണ്ട് കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹവും യുവജന സമൂഹവും
വഴിതെറ്റിപ്പോകുന്നതിൽ കേരളത്തിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ അരനൂറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തനത്തിന്റെ അനുഭവ സമ്പത്തുള്ള കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നയിക്കുന്ന പ്രൗഡ് കേരളയുടെ വാക്കത്തോൺ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മാസ്മരിക ലഹരിയിൽപ്പെട്ട് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം വഴിതെറ്റിപ്പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? മയക്കുമരുന്നിന്റെ മഹാലഹരിയിൽ അടിമപ്പെട്ട് ഒരു യുവജന സമൂഹം വഴിതെറ്റിപ്പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കണ്ടേ? മോചിപ്പിക്കുവാനുള്ള മഹായജ്ഞവുമായി അരനൂറ്റാണ്ടിന്റെ പൊതുപ്രവർത്തനത്തിന്റെ അനുഭവ സമ്പത്തുമായി കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിലെ ജനങ്ങൾക്കായി സമർപ്പിക്കുന്ന വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന മഹാപ്രയാണം ഈ വാഹനത്തിന്റെ പിന്നാലെ കടന്നു വരുന്നു. ഹലോ പ്രിയമുള്ളവരെ, ബാനറിന്റെ പിന്നിൽ ഇതിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ പ്രിയപ്പെട്ടവരും അണിചേരേണ്ടതാണ്. ദയവായി ബാനറിന്റെ മുന്നിൽ ആരും കയറരുത്. പ്ലീസ്, ബാനറിന്റെ പിന്നിൽ അണിചേരണം. ഇതിന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഗതാഗത തടസ്സം ഉണ്ടാവാത്ത വിധത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരും പിന്നിൽ അണിചേരേണ്ടതാണ്. ആരും ബാനറിന്റെ മുന്നിൽ കയറരുത്. പ്ലീസ്. പ്രൗഡ് കേരളയുടെ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന മഹാപ്രയാണം ഈ വാഹനത്തിന്റെ പിന്നാലെ കടന്നു വരികയാണ്. അരനൂറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തനത്തിന്റെ അനുഭവ സമ്പത്തുമായി കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല കേരളത്തിലെ ജനങ്ങൾക്കായി സമർപ്പിക്കുന്ന പ്രൗഡ് കേരളയുടെ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഇതാ കടന്നു വരികയാണ്. തീയുടെ സൗന്ദര്യം കണ്ടതിൽ വീണ് ചാകുന്ന ഈയാം പാറ്റകളെ പോലെ കേരള വിദ്യാർത്ഥി സമൂഹവും കേരളത്തെ യുവജന സമൂഹവും മയക്കുമരുന്നിന്റെ മാരകമായ പിടിയിലേക്ക് അമരുന്നതിൽ നിന്നും കേരളത്തിലെ അടുത്ത തലമുറയെ രക്ഷിക്കുവാൻ വേണ്ടി ശ്രീ രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് വാക്കത്തോൺ ഇതാ കടന്നു വരികയാണ്. 11 ജില്ലകളിലെ പ്രയാണം പൂർത്തിയാക്കി കോട്ടയത്തിലെ രാജവീതികളിലൂടെ ആ മഹാപ്രയാണം ഇതാ കടന്നു വരുന്നു. രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്കത്തോൺ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, വട്ടിപ്പലിശക്കാർക്കെതിരെ പോരാടിയ ശ്രീ രമേശ് ചെന്നിത്തല ക്യാമ്പസുകളെ രാസലഹരിയിൽ നിന്ന് മുക്തമാക്കാൻ പടയോട്ടം നയിച്ച ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തെ മയക്കുമരുന്നിനെതിരെ, മദ്യത്തിനെതിരെ, രാസലഹരിക്കെതിരെ പട നയിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന പ്രഭാത നടത്തം വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഇതാ ഈ രാജവീതിയെ പുളകം ചാർത്തിക്കൊണ്ട് കടന്നു വരികയാണ്. വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് കോളക്ടറേറ്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വാക്കത്തോൺ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. അരനൂറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തനത്തിന്റെ അനുഭവ സമ്പത്തുമായി കേരളത്തിന്റെ പ്രിയങ്കരനായ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്കത്തോൺ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. മയക്കുമരുന്നിന്റെ മാസ്മരിക ലഹരിയിൽ അടിമപ്പെട്ട് കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹവും യുവജന സമൂഹവും നഷ്ടപ്പെടുന്നതിൽ കേരളത്തിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ വേണ്ടി അരനൂറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തനത്തിന്റെ അനുഭവ സമ്പത്തുമായി രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് വാക്കത്തോൺ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, ഓപ്പറേഷൻ കുബേരയിലൂടെ വട്ടിപ്പലിശക്കാർക്കെതിരെ പോരാടിയ ശ്രീ രമേശ് ചെന്നിത്തല ക്യാമ്പസുകളെ രാസലഹരിയിൽ നിന്നും മുക്തമാക്കാൻ, രാസലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ പട നയിച്ച ശ്രീ രമേശ് ചെന്നിത്തല സമൂഹത്തിന്റെ താളം തെറ്റിക്കുന്ന മയക്കുമരുന്നിനെതിരെ വാക്കത്തോൺ പ്രഭാത നടത്തവുമായി ഇതാ കടന്നു വരികയാണ്. രാസലഹരിക്കെതിരെ ശ്രീ രമേശ് ചെന്നിത്തല മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി നേതൃത്വം കൊടുക്കുന്ന
പ്രഭാത നടത്തം ഈ രാജവീതിയെ പുളകം ചാർത്തിക്കൊണ്ട് ഇതാ കടന്നു വരികയാണ്. ഇനി ഒരു അമ്മയുടെയും കണ്ണുനീർ കൊണ്ട് ഈ മണ്ണ് കണ്ണീർ ചോലയായി മാറാൻ പാടില്ല. ബലാത്സംഗം പിടിച്ചു പറ, അമ്മയെ കൊല്ലുന്ന മകൻ, മകനെ കൊല്ലുന്ന പിതാവ്, ഈ നാടിനെ ഈ സമൂഹത്തെ വികൃതമാക്കുന്ന മയക്കുമരുന്നിനെതിരെ ശക്തമായ പോരാട്ടവുമായി ശ്രീ രമേശ് ചെന്നിത്തല പ്രൗഡ് കേരളയുടെ വാക്കത്തോൺ, പ്രഭാത നടത്തം, സമൂഹ നടത്തം, രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക നേതാക്കന്മാർ അണിചേരുന്ന പ്രഭാത നടത്തം, ആത്മീയ നേതാക്കന്മാർ അണിചേരുന്ന പ്രഭാത നടത്തം. രമേശ് ചെന്നിത്തല വട്ടിപ്പലിശക്കാർക്കെതിരെ ഓപ്പറേഷൻ കുബേരയുമായി അതിശക്തമായി പോരാടിയ കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ലഹരിക്കെതിരെ പോരാടുന്ന രമേശ് ചെന്നിത്തല, ജീവിതമാണ് ലഹരി, ലഹരിയല്ല ജീവിതമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന സമൂഹ നടത്തം ഈ രാജവീതിയെ പുളകം ചാർത്തിക്കൊണ്ട് ഇതാ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഇതിൽ പങ്കെടുക്കാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി ബാനറിന് പിന്നിൽ അണിചേരണം. ഇതിന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട്, ഇതിന്റെ മനോഹാരിത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ വിജയകരമായി ഈ പരിപാടിയെ നോക്കിക്കാണാൻ നിങ്ങൾ ദയവായി ബാനറിന് പിന്നിൽ അണിചേരണം. ഗതാഗത തടസ്സമുണ്ടാവാതിരിക്കാൻ എല്ലാ പ്രിയപ്പെട്ടവരും സ്വയം നിയന്ത്രിക്കേണ്ടതാണ്. കഞ്ചാവും ഹാഷിഷും ചരസും MDMAയും എല്ലാം കേരളത്തിലെ കലാലയങ്ങളിൽ പോലും സുലഭമായി ലഭിക്കുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥി വർഗവും കേരളത്തിലെ യുവജനവർഗവും വഴിതെറ്റി പോകുന്നതിൽ നിന്നും കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുവാൻ അടുത്ത ഒരു തലമുറയെ വീണ്ടെടുക്കുക എന്ന മഹാപ്രയത്നവുമായി അരനൂറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തനത്തിന്റെ അനുഭവ സമ്പത്തുമായി കേരളത്തിന്റെ പ്രിയങ്കരനായ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് വാക്കത്തോണിത ഈ വാഹനത്തിന്റെ പിന്നാലെ കടന്നു വരുന്നു. തീയുടെ സൗന്ദര്യം കൊണ്ടതിൽ വീണ് ചാകുന്ന ഈ ആമ്പറ്റകളെ പോലെ മയക്കുമരുന്നിന്റെ മാസ്മരിക ലഹരിയിലേക്ക് വഴിതെറ്റിപ്പോകുന്ന കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ യുവജന സമൂഹത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്കത്തോൺ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഈ വാഹനത്തിന്റെ പിന്നാലെ കടന്നു വരും. പ്രിയമുള്ളവരെ, വട്ടിപ്പലിശക്കാർക്കെതിരെ ഓപ്പറേഷൻ കുബേരയിലൂടെ അതിശക്തമായ പോരാട്ടം നയിച്ച ശ്രീ രമേശ് ചെന്നിത്തല ക്യാമ്പസുകളെ, വിദ്യാർത്ഥികളെ രാസലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും രക്ഷിക്കാൻ ശക്തമായി തേരോട്ടം നടത്തിയ ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന പ്രഭാത നടത്തം, രാസലഹരിക്കെതിരെ, മയക്കുമരുന്നിനെതിരെ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന വാക്കത്തോൺ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഇതാ കടന്നു വരികയാണ്. ഇനി ഒരു അമ്മയുടെയും കണ്ണുനീർ ഈ മണ്ണിൽ വീഴാൻ പാടില്ല. അമ്മയെ കൊല്ലുന്ന മകൻ, മകനെ കൊല്ലുന്ന പിതാവ്, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാതെ ബലാത്സംഗവും പിടിച്ചുപറിയും കൊലപാതകം കൊണ്ട് വികൃതമാകുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ശ്രീ രമേശ് ചെന്നിത്തല, കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, നേതൃത്വം കൊടുക്കുന്ന പ്രൗഡ് കേരളയുടെ വാക്കത്തോൺ പ്രഭാത നടത്തം വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഇതാ ഈ രാജവീതിയെ പുളകം ചാർത്തിക്കൊണ്ട് കടന്നു വരികയാണ്. ഇതിന്റെ മഹത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ പങ്കാളിയായ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി ബാനറിന്റെ പിന്നിൽ അണിനേരേണ്ടതാണ്. ആരും ബാനറിന് മുന്നിൽ കടന്നു വരരുത്. ബാനറിന്റെ പിന്നിൽ അണിചേർന്നുകൊണ്ട് ഇതിനെ ഒരു വമ്പിച്ച വിജയമാക്കാൻ എല്ലാ പ്രിയപ്പെട്ടവരും സഹകരിക്കണം. പ്ലീസ്. രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്കത്തോൺ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. മയക്കുമരുന്ന മഹാവിപത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ മോചിപ്പിക്കുവാൻ വേണ്ടി, കേരളത്തിലെ യുവജന സമൂഹത്തെ മോചിപ്പിക്കുവാൻ വേണ്ടി അരനൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനത്തിന്റെ അനുഭവ സമ്പത്തുള്ള കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് വാക്കത്തോൺ
ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. മയക്കുമരുന്നിന്റെ മാസ്മരിക ലഹരിയിൽപ്പെട്ട് അടുത്ത ഒരു തലമുറ നശിക്കുന്നതിൽ ബോധവൽക്കരിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്കത്തോട് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഈ രാജവീതികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കടന്നു വരികയാണ്. കഞ്ചാവും ഹാഷിഷും ചരസും MDMA-യും എല്ലാം കേരളത്തിലെ കലാലയങ്ങളിൽ പോലും സുലഭമായി ലഭിക്കുമ്പോൾ തീയുടെ സൗന്ദര്യം കണ്ടതിൽ വീട് ചാകുന്ന ഈ അമ്പറ്റകളെ പോലെ നിങ്ങളുടെ പിഞ്ചോമനകൾ മയക്കുമരുന്നിന്റെ പിടിയിലേക്ക് അമർന്നു പോകുന്നതിൽ നിന്നും കേരളത്തിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ വേണ്ടി രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്കത്തോട് ഈ വാഹനത്തിന്റെ പിന്നാലെ വരികയാണ്. കോട്ടയത്തിന്റെ തെരുവീതികളിലൂടെ മയക്കുമരുന്നിന്റെ ബോധവൽക്കരണവുമായി രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്കത്തോൺ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് കടന്നു വരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തിരുനക്കരയപ്പന്റെ തിരുമുറ്റത്തുള്ള മഹാത്മാഗാന്ധി സ്ക്വയറിൽ ഈ മഹാപ്രയാണം എത്തിച്ചേരുകയാണ്. വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് കോട്ടയത്തെ തെരുവീതികളിലൂടെ കടന്നു വരുന്നു. അരനൂറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തനത്തിന്റെ അനുഭവ സമ്പത്തുമായി കേരളത്തെ അടുത്ത ഒരു തലമുറയെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മയക്കുമരുന്നിന്റെ നീരാളിപ്പിടുത്തരത്തിൽ നിന്നും കേരളത്തിലെ മോചിപ്പിക്കുക എന്നുള്ള സന്ദേശവുമായി കേരളത്തിന്റെ പ്രിയങ്കരനായ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിന്റെ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല കേരളത്തിലെ ജനങ്ങൾക്കായി സമർപ്പിക്കുന്ന വാക്കത്തോട് വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, 5 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ അമ്മയുടെയും കണ്ണുനീർ ഈ മണ്ണിൽ വീഴാൻ പാടില്ല. ഇനി ഒരു കുടുംബവും രാസലഹരിക്ക് അടിമപ്പെട്ട് തകർന്ന് തരിപ്പണമാവാൻ പാടില്ല. അമ്മയെ കൊല്ലുന്ന മകൻ, മകനെ കൊല്ലുന്ന പിതാവ്, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാതെ ബലാത്സംഗം, പിടിച്ചുപറി, കൊലപാതകം ഈ മണ്ണിനെ വികൃതമാക്കുന്ന, ഈ സമൂഹത്തെ വികൃതമാക്കുന്ന, സ്വന്തം കുടുംബത്തെ തകർക്കുന്ന ലഹരിക്കെതിരെ, രാസലഹരിക്കെതിരെ, മയക്കുമരുന്നിനെതിരെ രമേശ് ചെന്നിത്തല എടുത്തു കൊടുക്കുന്ന പ്രഭാത നടത്തം ഇതാ കടന്നു വരികയാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇതിന്റെ മഹത്വം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ബാനറിന്റെ പിന്നിൽ അണിചേരുന്നതാണ്. പ്രിയമുള്ളവരെ, ലഹരിക്കെതിരെ പ്രഭാത നടത്തം. ജീവിതമാണ് ലഹരി, ലഹരിയല്ല ജീവിതമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന പ്രഭാത നടത്തം രാസലഹരിക്കെതിരെ, മയക്കുമരുന്നിനെതിരെ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന പ്രഭാത നടത്തം വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഇതാ ഈ രാജവീതിയെ പുളകം ചാർത്തിക്കൊണ്ട് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന പ്രൗഢ് കേരളയുടെ പ്രഭാത നടത്തം, സമൂഹ നടത്തം, ആത്മീയ ആചാര്യന്മാർ, മതമേധാധ്യക്ഷന്മാർ, രാഷ്ട്രീയ നേതാക്കൾ, സാമുദായിക നേതാക്കൾ, രാഷ്ട്രീയത്തിന് അതീതമായി അണിചേരുന്ന പ്രഭാത നടത്തം, രാസലഹരിക്കെതിരെയുള്ള വാക്കത്തോൺ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഇതാ കടന്നു വരികയാണ്. രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്കത്തോടിതായി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്കത്തോൺ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഈ വാഹനത്തിന്റെ പിന്നോട്ട് പിന്നാലെ കടന്നു വരുന്നു. മയക്കുമരുന്നിന്റെ ലഹരിയിൽ അമർന്ന് മകനമ്മയെ കൊല്ലുന്ന വാർത്ത കേട്ട് കേരളത്തിലെ ജനങ്ങൾ ഞെട്ടിത്തരിച്ചു നിൽക്കുമ്പോൾ മാസ്മരികമായ ലഹരിയിൽ അഭിമപ്പെടുന്നതിൽ നിന്നും കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കുവാൻ വേണ്ടി
തീയുടെ സൗന്ദര്യം കണ്ടിൽ ആകർഷകരായ അതിൽ വീട് ചാകുന്ന ഈ അമ്പറ്റകളെ പോലെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും യുവജന സമൂഹവും നാശമാകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതിനെ ബോധവൽക്കരിക്കുവാൻ അരനൂറ്റാണ്ട് കാലത്തെ അനുഭവ സമ്പത്തുമായി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നയിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കായി സമർപ്പിക്കുന്ന വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് പ്രൗഡ് കേരളയുടെ വാക്കത്തോണിതാ ഈ വാഹനത്തിന്റെ പിന്നാലെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, വട്ടിപ്പലിശക്കാർക്കെതിരെ ഓപ്പറേഷൻ കുബേരയിലൂടെ അതിശക്തമായി പോരാടിയ ശ്രീ രമേശ് ചെന്നിത്തല ക്യാമ്പസുകളിൽ രാസലഹരിക്കടിമയായി കേഴുന്ന വിദ്യാർത്ഥി സമൂഹത്തെ മോചിപ്പിക്കാൻ അതിശക്തമായി ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പദ്ധതിയിലൂടെ പഠനയിച്ച ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ലഹരിക്കെതിരെ മയക്കുമരുന്നിനെതിരെ പ്രഭാത നടത്തം ഇതാ കടന്നു വരികയാണ്. ഇതിൽ പങ്കെടുക്കാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി ബാനറിന് പിന്നിൽ അണിചേരണം. ഇതിന്റെ മഹത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി ബാനറിന് പിന്നിൽ അണിചേരുക. ഇതാ ഈ രാജവീതിയെ പുളകം ചാർത്തിക്കൊണ്ട് രാസലഹരിക്കെതിരെ മയക്കുമരുന്നിനെതിരെ ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് പ്രഭാത നടത്തം ഇതാ കടന്നു വരികയാണ്. ഈ രാജവീതിയെ പുളകം ചാർത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന പ്രഭാത നടത്തം വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഇതാ കടന്നു വരികയാണ്. വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. കേരളത്തിന്റെ പ്രിയങ്കരനായ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്കത്തോൺ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഇതാ ഈ വാഹനത്തിന്റെ പിന്നാലെ കടന്നു വരികയാണ്. തീയുടെ സൗന്ദര്യം കണ്ടതിൽ വീട് ചാകുന്ന ഈ അമ്പാറ്റകളെ പോലെ മയക്കുമരുന്നിന്റെ മാസ്മരിക ലഹരിയിലേക്ക് വഴിതെറ്റിപ്പോകുന്ന കേരളത്തിലെ വിദ്യാർത്ഥി വർഗത്തെയും യുവജന സമൂഹത്തെയും മോചിപ്പിക്കുവാനുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി അരനൂറ്റാണ്ടിന്റെ പൊതുപ്രവർത്തനത്തിന്റെ അനുഭവ സമ്പത്തുമായി കേരളത്തിന്റെ പ്രിയങ്കരനായ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നയിക്കുന്ന പ്രൗഡ് കേരളയുടെ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന പ്രഭാത സവാരി ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ ഈ രാജവീതികളിലൂടെ കടന്നു വരികയാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിലമർന്നുകൊണ്ട് ഒരു യുവജന സമൂഹം വഴിതെറ്റി പോകുമ്പോൾ അതിനെയുള്ള ബോധവൽക്കരണ പരിപാടിയുമായി അരനൂറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തനത്തിന്റെ അനുഭവ സമ്പത്തുമായി കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല കേരളത്തിലെ ജനങ്ങൾക്കായി സമർപ്പിക്കുന്ന വാക്കത്തോൺ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. തീയുടെ സൗന്ദര്യം കണ്ടതിൽ വീട് ചാകുന്ന ഈ അമ്പറ്റകളെ പോലെ മയക്കുമരുന്നിന്റെ മാസ്മരിക ലഹരിയിലേക്ക് വഴിതെറ്റിപ്പോകുന്ന കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ യുവജന സമൂഹത്തെ അതിൽ നിന്നും മോചിപ്പിക്കുവാനുള്ള ബോധവൽക്കരണ പരിപാടിയുമായി കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി അരനൂറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തന്റെ അനുഭവ സമ്പത്തുള്ള ശ്രീ രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്കത്തോടിതാ ഗാന്ധിജിയുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. മയക്കുമരുന്നിന്റെയും മഗ്നത്തിന്റെയും പിടിയിലമർന്നുകൊണ്ട് അമ്മയെ കൊല്ലുന്ന മക്കളെ കണ്ടുകൊണ്ട് കേരളം ഞെട്ടിത്തരിച്ചു നിൽക്കുമ്പോൾ അപ്പനെതിരെ വാളോങ്ങുന്ന മകനെ കണ്ട് കേരളത്തിന്റെ പൊതുസമൂഹം സ്പന്ദിച്ചു നിൽക്കുമ്പോൾ കരളലിയിക്കുന്ന ഈ കാഴ്ചകൾ കേരളത്തിൽ വീണ്ടും ഉണ്ടാകാതിരിക്കുവാൻ അരനൂറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തനത്തിന്റെ അനുഭവ സമ്പത്തുമായി കേരളത്തിന്റെ പ്രിയങ്കരനായ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്കത്തോൺ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. കേരളത്തിലെ മോചിപ്പിക്കുവാനുള്ള ഈ മഹാപ്രയാണത്തിൽ നാടിനെ സ്നേഹിക്കുന്ന എല്ലാവരും അണിനിരക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുക. വാക്കത്തോണിതാ കടന്നു വരുന്നു. കേരളത്തെ മോചിപ്പിക്കുവാൻ
ഇരുഭാഗത്ത് നിൽക്കുന്നവരും മാറി നിൽക്കുന്നുണ്ടെന്നില്ല. ഇതിന് ഈ വേദിയിലേക്ക് ആത്മീയ നേതാക്കളും ജനപ്രതിനിധികളും സംസ്ഥാനതല നേതാക്കളും മാത്രമാണ് ഈ വേദിയിലേക്ക് കടന്നു നിൽക്കേണ്ടത്. ഈ വേദിയിൽ ഇരിപ്പിടം ക്രമീകരിച്ചിട്ടില്ല. ഇവിടെ വളരെ ലളിതമായ ഒരു ചടങ്ങാണ് നടക്കുന്നത്. ഈ വേദിയിലേക്ക് മറ്റാരും നിർദ്ദേശിച്ചിട്ടുള്ളവരധികം വേദിയിലേക്ക് പരിമിതി കണക്കിലെടുത്ത് കടന്നു വരുന്നതെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സ്റ്റേജിന്റെ സൈഡിലേക്ക് ഡാൻസ് കടന്നു വായിക്കണം. ഘടിപ്പിക്കുവാനുള്ള ഒരു സംവിധാനം ക്രമീകരണം ഉണ്ടാക്കുവാൻ വേണ്ടി അവിടെ നിൽക്കുന്നവർ മുൻവശത്തു നിന്ന് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ലഹരിക്കെതിരെ, രാസലഹരിക്കെതിരെയുള്ള പ്രഭാത നടത്തം ചരിത്രമുറങ്ങുന്ന ഗാന്ധി സ്ക്വയറിൽ എത്തിച്ചേരുകയാണ്. നമുക്കറിയാം, അരനൂറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള പൊതുപ്രവർത്തന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല വട്ടിപ്പലിശക്കാർക്കെതിരെ ഓപ്പറേഷൻ കുബേരയുമായി അതിശക്തമായ പോരാട്ടം നടത്തി. അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പദ്ധതിയിലൂടെ രാസലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും ഒരു സമൂഹത്തെ, വിദ്യാർത്ഥി സമൂഹത്തെ മോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശക്തമായ ഇടപെടലുകൾ നടത്തിയത്. നമുക്കറിയാം, നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായി നമ്മൾ നോക്കിക്കാണുകയാണ്. ഇന്ന് രാസലഹരിക്ക് അടിമപ്പെടുന്ന ഒരു പുതിയ തലമുറ, ഒരു പുതിയ സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർന്നു വരികയാണ്. അതിനെതിരെയാണ് ശ്രീ രമേശ് ചെന്നിത്തല നടത്തുന്ന ഈ പോരാട്ടം. അമ്മയെ കൊല്ലുന്ന മകൻ, മകനെ കൊല്ലുന്ന പിതാവ്, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാതെ രാസലഹരിക്ക് അടിമപ്പെട്ട് ബലാത്സംഗവും കൊലപാതകവുമായി ഈ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടിനെ വികൃതമാക്കുമ്പോൾ അതിനെതിരെയുള്ള പോരാട്ടമാണ് ശ്രീ രമേശ് ചെന്നിത്തല നയിക്കുന്നത്. രാസലഹരിക്കെതിരെയുള്ള പോരാട്ടവുമായി അദ്ദേഹം കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ ഈ വാക്കത്തോൺ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല നടത്തുന്ന ലഹരിക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ ഭാഗമായി കോട്ടയത്ത് നടക്കുന്ന ഈ വാക്കത്തോണിലെ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുന്നു. ശ്രീമതി സുനി വേദിയിലേക്ക് കടന്നു വരണം. ദേശീയ ഗീതം ആലപിക്കുവാൻ വേണ്ടി ശ്രീമതി സുനി വേദിയിലേക്ക് കടന്നു വരണം. മാതരം വന്ദേ മാതരം സുജലാ ശുഭലാ മലയജ ശീതള സസ്യശ്യാമള മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി
ദ്രുമദല ശോഭിനി സുഗാസിനി സുമധുര ഭാഷിണി സുഗദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. പ്രിയപ്പെട്ടവരെ, മറ്റ് ഔപചാരികതകൾ ഒന്നുമില്ലാതെയാണ് ഈ യോഗം ഇവിടെ ആരംഭിക്കുന്നത്. ഈ വാക്കത്തോൺ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കന്മാരെയും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജനങ്ങളെയും പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിത്തരുന്നതിന് സന്ദേശം ചൊല്ലുന്നതിന് പ്രിയങ്കരനായ രമേശ് ചെന്നിത്തല അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കോട്ടയത്തിൻ്റെ വിരിമാറിലൂടെ ഇന്ന് ഈ വാക്കത്തോണിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കേരളം ഒരു പഞ്ചാബാകാൻ പാടില്ല, കേരളം ഒരു കൊളംബിയാകാൻ പാടില്ല. പുതിയ തലമുറയെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ദൗത്യമാണിത്. ഇതിൽ രാഷ്ട്രീയമില്ല, ജാതി മത പരിഗണനകളില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് അണിനേരുകയാണ്. ഈ നാടിനെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ദൗത്യമാണ്. മഹാത്മജിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പ്രതിജ്ഞ എടുക്കുന്നത് സമൂഹത്തെ ഈ വിപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് രാസലഹരിയുടെ വേരറക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വരണം. ലഹരിയുടെ ഉപയോഗം കുറച്ചു കൊണ്ടുവരാൻ ഗവൺമെൻറ് മുന്നോട്ട് വരണം. അതാണ് ഒരു ഭാഗത്ത് നടക്കേണ്ടത്. ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം ഈ ലഹരിയെ കുറച്ചു കൊണ്ടുവരാനും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെ ബോധവൽക്കരിക്കാനും മാത്രമല്ല, നിയമപരമായി നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വരണം. സർക്കാരുകൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിൽ ആ ദൗത്യം നിറവേറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. സർക്കാരുകൾ മദ്യഷാപ്പുകൾ ധാരാളം അനുവദിക്കുന്നു. സർക്കാരുകൾ മയക്കുമരുന്ന് ലോബിയെ സഹായിക്കുന്നു. അതിനെതിരെയുള്ള വലിയൊരു പോരാട്ടമാണ്. അടുത്ത ദിവസത്തിലാണ് മഹാരാഷ്ട്രയിൽ കണ്ടള പോർട്ടിൽ നിന്ന് 20,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എങ്ങോട്ട് പോയി എന്ന് പിന്നെ ആരും അറിഞ്ഞില്ല. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? നമ്മുടെ യുവാക്കളുടെ കൈകളിലേക്ക്, കുട്ടികളുടെ കൈകളിലേക്ക് പോകുന്നു. ഈ സമൂഹത്തെ രക്ഷിക്കാനുള്ള ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ബോധവൽക്കരണത്തിലൂടെ സമൂഹത്തെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം. ഞാൻ ഈ കോട്ടയത്ത് ഇന്നിവിടെ പങ്കെടുത്ത എല്ലാവരും, പ്രത്യേകിച്ച് കുട്ടികൾ, സ്കൂളുകളിലെ കുട്ടികൾ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാർ, മത നേതാക്കന്മാർ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നമ്മുടെ ഡിയസ്കോറ തിരുമേനിയാണ് ഇത് കളക്ടറേറ്റിൻ്റെ മുന്നിൽ വെച്ച് ഫ്ലാഗ് ഓഫ് ചെയ്തത്. മാർ അപ്രേം തിരുമേനി അതോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ മൗലവി സാഹിബ് ഇവിടെയുണ്ട്, അദ്ദേഹം ഇവിടെ പങ്കെടുത്തു. എല്ലാ മാധ്യമങ്ങളും അവരുടെ പങ്കാളിത്തം ചെറുതല്ല. എല്ലാ മാധ്യമങ്ങളും ഈ വാക്കത്തോണ്ട് നൽകുന്ന പിന്തുണ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. നമ്മൾ ഈ 14 ജില്ലകളിലെയും പരിപാടികൾ ഈ മാസം 30-ാം തീയതി പൂർത്തീകരിക്കും. 21-ാം തീയതി വൈകിട്ട് 3 മണിക്ക് കട്ടപ്പനയിലും 30-ാം തീയതി എറണാകുളത്തും നടന്നു കഴിഞ്ഞാൽ കേരളത്തിലെ സെലക്ട് ചെയ്ത കോളേജുകളിൽ, സ്കൂളുകളിൽ ഈ പരിപാടിയുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. അതിനെല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഈ പ്രതിജ്ഞ ചൊല്ലിത്തരുന്നു. എല്ലാവരും കൈകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ പ്രതിജ്ഞ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മനുഷ്യ സമൂഹത്തെ നശിപ്പിക്കുന്ന ദുരന്തമാണ് മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും വ്യാപനമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒരു വ്യക്തിയുടെ മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തെയും മാത്രമല്ല കുടുംബത്തെയും സമൂഹത്തെയും അത് നശിപ്പിക്കുന്നു. എന്റെ സമൂഹം എല്ലാ ലഹരി വസ്തുക്കളുടെയും നീരാളിപ്പിടുത്തത്തിൽ വീഴാതിരിക്കാൻ ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കും. ലഹരിയുടെ വ്യാപനം തടയാൻ ശക്തമായി പോരാടും.
ജീവിതത്തെക്കാൾ വലിയ ലഹരിയില്ല. ലഹരി മുക്തമായ ഒരു കേരളം സൃഷ്ടിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ചെറിയ വാക്കുകളിൽ സംസാരിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഉടനെ അവസാനിപ്പിക്കുന്നതാണ്. ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ എല്ലാം നേതാവ് ശ്രീ തിരുവഞ്ചൂർ സാറ്. സ്നേഹത്തിയായ ശ്രീ രമേശ് ചെന്നിത്തല, നമ്മളുടെ പ്രിയപ്പെട്ട എം പിമാർ, കോട്ടയം എം പി ശ്രീ ഫ്രാൻസിസ് ജോർജ്, പത്തനംതിട്ട എം പി നമ്മളുടെ പ്രിയപ്പെട്ട ആന്റോ ആൻ്റണി, നമ്മുടെ സീനിയർ നേതാവ് ശ്രീ KC ജോസഫ് അഴക്കൻ, നമ്മളുടെ പ്രിയങ്കരനായ ചെറുപ്പക്കാരുടെ ഹരമായി നിൽക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ചാണ്ടി ഉമ്മൻ MLA, നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ DCC പ്രസിഡൻ്റുണ്ട്, മുൻ DCC പ്രസിഡന്റുമാരുണ്ട്. ഞാൻ എല്ലാവരെയും ഒറ്റ വാക്കിൽ അഭിവാദ്യം ചെയ്യുകയാണ്. ഈ വോക്കത്തോണിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളിലും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ദൂരവ്യാപകമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ലഹരിയിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം, ഇവിടെ രാസലഹരിയിൽ കത്തി അമരുന്ന ഒരു സംസ്ഥാനം, ഈ സംസ്ഥാനത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മകുശലത ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കുണ്ട് എന്ന് വിളിച്ചറിയിക്കുന്നതാണ് ഈ വോക്കത്തോൺ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന 12ാമത്തെ ജില്ലയാണിത്. 2 ജില്ല കൂടി അവശേഷിക്കുന്നു എന്ന് അദ്ദേഹം കൂടി പറഞ്ഞു. 10,000-കണക്കിന് ആളുകളാണ് ഈ വോക്കത്തോണിൽ പങ്കെടുത്തിട്ടുള്ളത്. കേരള സമൂഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തണം. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഈ മൈതാനത്ത് നടത്തിയ ഉപവാസം നിങ്ങൾ ഓർക്കും എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ഈ സമൂഹത്തിൻ്റെ മനസാക്ഷി ഉണർത്തുന്നതിന് വേണ്ടിയുള്ള ബഹുജനങ്ങളുടെ മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. അതുകൊണ്ട് നിങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകട്ടെ. നമ്മൾ വളരെ കർമ്മകുശലരായി നിന്നുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടം അത്യുജ്വലമാക്കണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഭാവുകങ്ങൾ നേരുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം നേരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ ഫ്രാൻസിസ് ജോർജ്. പ്രൗഡ് കേരള സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ന് ലഹരിക്കെതിരെ ഈ വാക്കത്തോണിന് നേതൃത്വം കൊടുത്ത ആദരണീയനായ ശ്രീ രമേശ് ചെന്നിത്തല അവരുകൾ, ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ KC ജോസഫ്, മറ്റ് പ്രിയങ്കരായ MLA ശ്രീ ചാണ്ടി ഉമ്മൻ, പ്രിയപ്പെട്ട മോൻസ് ജോസഫ്, MP മാർ ശ്രീ ആന്റോ ആൻ്റണി തുടങ്ങി നമ്മുടെ DCC പ്രസിഡന്റ് ശ്രീ നാട്ടകം സുരേഷ്, ശ്രീ ജോസഫ് വാഴക്കൻ XMLA തുടങ്ങി ആദരണീയരായ നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ മാനവരാശിയെ കാർന്ന് തിന്നുന്ന അതിമാരകമായിട്ടുള്ള ഒരു വിപത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇന്ന് രാവിലെ ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഈ പദയാത്ര പ്രിയമുള്ളവരെ നടത്തിയത്. ഇന്ന് നമ്മൾ ഒട്ടേറെ കെടുതികൾ നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങളും കെടുതികളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ, മാനവരാശിയുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം മാരകമായ മാനവരാശിയെ കാർന്ന് തിന്നുന്ന, ഒരുപക്ഷെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് ഈ ലഹരിയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഞെട്ടിക്കുന്ന കണക്കുകളാണ് പ്രിയമുള്ളവരെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് സ്ഥിതി എന്താണെന്ന്, നമ്മുടെ രാജ്യത്ത് നേരത്തെ പഞ്ചാബായിരുന്നു ലഹരിയുടെ കാര്യത്തിൽ മുന്നിൽ നിന്നത് എങ്കിൽ ഇന്നിപ്പോൾ കേരളം പഞ്ചാബിനെയും കടത്തിവിട്ടിയിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രം 77,50,000 പേർ ലഹരിക്ക് അടിമപ്പെട്ടവരാണ്, മുതിർന്നവർ. നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്ന 75,000-ഓളം കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമകളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, 27,700 NDPS കേസുകളാണ് കഴിഞ്ഞ വർഷം ബുക്ക് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ 1,00,078 കേസുകൾ എന്നുള്ളതാണ് കണക്ക്. ആഗോളതലത്തിൽ 292 മില്യൺ 292 ദശലക്ഷം ആളുകൾ ലഹരിക്ക് അടിമകളാണ്. കേരളത്തിൽ ഇത് പകർച്ചവ്യാധി പോലെ ആയിരിക്കുകയാണ്.
കഴിഞ്ഞ 4 വർഷം 87,100 കേസുകളാണ്. അതായത് മുൻ 4 വർഷത്തേക്കാൾ 130% വളർച്ചയാണ് ലഹരി ഉപയോഗത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. 2025 ഈ വർഷത്തെ ആദ്യത്തെ 2 മാസങ്ങളിൽ 30 കൊലപാതകങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ടവർ നടത്തുകയുണ്ടായി ഈ സംസ്ഥാനത്ത്. അപ്പൊ അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയൊരു വിപത്തായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോ സിന്തറ്റിക് ഡ്രഗ്സ് കടന്നു വരികയാണ്. MDMA 2021-23 400 ഇരട്ടിയുടെ വർധനയാണ് MDMAയുടെ ഉപയോഗത്തിൽ കേരളത്തിൽ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇന്ന് 40% കേസുകൾ എന്ന് പറയുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്നതാണ്. ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും നമ്മുടെ 590 കിലോമീറ്റർ ദൈർഘ്യമുള്ള നമ്മുടെ തീരമേഖലയിൽ നിന്നെല്ലാം ലഹരി കേരളത്തിലേക്ക് കടന്നു വരികയാണ്. അതുപോലെ തന്നെ ഡാർക്ക് വെബ്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഡാർക്ക് വെബ് മുഖേനയുള്ള ലഹരിയുടെ കടത്ത് നടക്കുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ നേരിടുന്ന ഈ വിപത്തിന് അതിനൊരു അറുതി വരുത്താൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് പ്രിയങ്കരായ ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിലെ 12 ജില്ലകളിൽ, കോട്ടയം ഉൾപ്പെടെ ഇപ്പോൾ 12 ജില്ലകളായിരിക്കുന്നു, ഇടുക്കിയും എറണാകുളം കൂടി ആകുമ്പോൾ 14 ജില്ലകളിൽ ഈ സന്ദേശം ബഹുജനങ്ങളിലേക്ക്, ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരിലേക്കും, ജാതിമത വ്യത്യാസങ്ങൾക്കൊക്കെ അതീതമായി എല്ലാവരുടെയും പിന്തുണ ആർജിച്ച വലിയ മാനവരാശിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. പ്രിയമുള്ളവർ, ഞാൻ ചുരുക്കട്ടെ, അതിന് നേതൃത്വം കൊടുക്കുന്ന ആദരണീയനായ ശ്രീ രമേശ് ചെന്നിത്തല അവരുകളെയും അതിനോട് സഹകരിക്കുന്ന എല്ലാവരെയും, മതമേലധ്യക്ഷന്മാർ, സാമൂഹ്യ സംഘടനകൾ, രാഷ്ട്രീയ പ്രവർത്തകർ, മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ആദരപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ ഈ ബോധവൽക്കരണ പരിപാടിക്ക് ഞാൻ പറയും ജീവകാരുണ്യ പരിപാടി എന്ന് പറയും. ഈ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകണമെന്നുള്ള വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയോടുകൂടി കോട്ടയം ഹൃദയത്തിലേറ്റിയ ഈ പോരാട്ടം ഞങ്ങളത് അങ്ങയോട് ഞങ്ങൾക്ക് തരാനുള്ള ഉറപ്പ്, ഞങ്ങളിത് മുൻപോട്ട് കൊണ്ടുപോകും. അദ്ദേഹം പറഞ്ഞു, കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കുമാണ് അടുത്തപടിയായി നമ്മൾ പോകുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖല ഏതാണ്? നമ്മുടെ യുവജനങ്ങൾ. ഈ നല്ല പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ, അതിനുവേണ്ടി എല്ലാ ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകളോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദനങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ 3-4 നേതാക്കന്മാർ കൂടി ഓരോ വാക്കുകളിൽ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി അവസാനിക്കുന്നതാണ്. പ്രിയങ്കരനായ KC. ഈ സമര നായകനായ ശ്രീ രമേശ് ചെന്നിത്തല, വേദിയിലുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകന്മാരെ, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മാരകമായ പിടിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുള്ള ഒരു ജനകീയ സമരമാണ് രമേശ് ചെന്നിത്തല ആരംഭിച്ചിരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും സഹകരിക്കേണ്ട ഒരു ജനകീയ പോരാട്ടമാണിത്. മദ്യത്തിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കാനുള്ള മറ്റൊരു വിമോചന സമരമാണിത്. നമുക്കറിയാം, ഇവിടെ ശ്രീ MP പറഞ്ഞതുപോലെ കേരളം ഇന്ന് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും വിപണിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അധികാരത്തിലിരിക്കുന്നവർ നിസ്സംഗരായി കൈ കെട്ടി നിൽക്കുകയാണ്. തടയാൻ ശ്രമിക്കുന്നില്ല. കേസുകൾ വർദ്ധിക്കുന്നു. നമ്മുടെ യുവതലമുറ മദ്യത്തിൻ്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു. വിപത്തിനെതിരായ ഒരു ബോധവൽക്കരണം ഉണ്ടായില്ലെങ്കിൽ കേരളം നേരിടാൻ പോകുന്നത് അതീവ ഗുരുതരമായ ഭയാനകമായ ഒരു വെല്ലുവിളിയായിരിക്കും. അത് മനസ്സിലാക്കിയാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും രമേശ് ആരംഭിച്ച ഈ പോരാട്ടം, ഈ ജനകീയ സമരം വിജയിപ്പിക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണ്. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഈ ജാഥ നയിച്ച, ഈ ക്യാമ്പയിൻ നയിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും തരുന്നു. നന്ദി, നമസ്കാരം. പ്രിയങ്കരനായ നേതാവ് ആന്റോ ആന്റണി MP. ആദരണീയരായ നേതാക്കളെ, പ്രിയമുള്ളവരെ, ലഹരിയിൽ അമർന്നുപോയ ഒരു സമൂഹത്തെ സാമൂഹിക ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ഈ പോരാട്ടം അതുല്യമായ പോരാട്ടമാണ്, സമാനതകളില്ലാത്ത പോരാട്ടമാണ്. ഇന്ന് ഇന്ത്യയുടെ ഡ്രഗ് ക്യാപിറ്റലാണ് കേരളം. അതിൽ നിന്ന് മോചിപ്പിക്കാൻ ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്ന ഭരണകൂടമല്ല, രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള പോരാട്ടമാണ്. നാളെ ഈ വലിയ വിപത്തിൽ നിന്ന് കേരളം വഴിമാറി നടക്കുമ്പോൾ അതിന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കേണ്ട നാമധേയമായി രമേശ് ചെന്നിത്തല നടത്തുന്ന ഈ പോരാട്ടം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ഇവിടെ ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് തകരുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ മക്കളെ കൊല്ലുന്ന അച്ഛനമ്മമാർ, അച്ഛനമ്മമാരെ കൊല്ലുന്ന മക്കൾ, വീട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നവർ, സമൂഹത്തിന് വിപത്തായി മാറുന്നവർ, അവരെ എല്ലാം ഈ സാമൂഹ്യ ജീവിതത്തിൻ്റെ നിർധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ രമേശ് ചെന്നിത്തല നടത്തുന്ന പോരാട്ടം, ആ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ പോരാട്ടത്തിന് എല്ലാ വിജയങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. പ്രിയങ്കരനായ മോഹൻ ജോസഫ് MLA. ഏറ്റവും പ്രിയപ്പെട്ട ജനനേതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കേരളത്തെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാഴ്ത്തിയ ലഹരി ഉപയോഗത്തിനെതിരായി കേരളം മുഴുവൻ ശക്തമായ പ്രതികരണമുയർത്തിക്കൊണ്ട് പുതിയ തലമുറയെ നേരായ മാർഗത്തിൽ മുന്നോട്ട് നയിക്കുവാൻ പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കേരളമെമ്പാട് നടക്കുന്ന ഈ ശ്രദ്ധേയമായ മുന്നേറ്റം ഇന്ന് അക്ഷരനഗരി നെഞ്ചിലേറ്റി ഇന്ന് രാവിലെ അഭിമാനകരമായ ഒരു കൂടിച്ചേരലായി ഗാന്ധി സ്ക്വയറിൽ സമാപിക്കുകയാണ്. പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. കോട്ടയത്ത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നേതൃത്വത്തിൽ ഏതാനും നാളുകൾക്ക് മുമ്പ് നടത്തിയ ശ്രദ്ധേയമായ ഏകദിന സംഗമം ഇതിൻ്റെ വലിയ തുടക്കമായിരുന്നു. ഇപ്പോൾ അത് ശക്തമായ നിലയിൽ വളർത്തിക്കൊണ്ടുവരാൻ, ഇവിടെ ലഹരി മാഫിയയ്ക്കെതിരെ പടപൊരുതുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കരുത്തു പകരുന്നതാണ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഈ വാക്കത്തോൺ. ഇതിനെല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. പ്രിയങ്കരനായ നമ്മുടെ യുവ നേതാവ് ചാണ്ടിയുമ്മൻ. പ്രിയപ്പെട്ട ഈ വാക്കത്തോണിൻ്റെ ക്യാപ്റ്റൻ ശ്രീ രമേശ് ചെന്നിത്തല അവർകൾ, പ്രിയപ്പെട്ട നേതാക്കന്മാർ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. വളരെ വലിയ ഒരു മുന്നേറ്റമാണ് ഇന്ന് കോട്ടയം ദർശിച്ചത്. കോട്ടയം മാത്രമല്ല, 11 ജില്ലകൾ കഴിഞ്ഞ് 12ാമത് ജില്ലയാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം. നമ്മുടെ ലോകത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ലഹരി എന്ന വലിയ വിപത്ത്, അതിനെതിരെ ജാഗ്രതയോടെ കേരള സമൂഹത്തെ ഉണർത്തുവാൻ വേണ്ടി ശ്രീ രമേശ് ചെന്നിത്തല നടത്തുന്ന ശ്രമം എത്രയും അഭിനന്ദനീയമാണ്. നമുക്കറിയാം, പഞ്ചാബിനോടൊപ്പം നമ്മുടെ നാടും നഷ്ടപ്പെട്ടിരിക്കുകയാണ്, കേരളവും നഷ്ടപ്പെട്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അപ്പൊ തിരിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടം, അതിന്ന് റോഡുകളിൽ നിന്ന് കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും ശ്രീ രമേശ് ചെന്നിത്തല വ്യാപിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുവാനുള്ള വലിയ പോരാട്ടമാണ്. നമുക്ക് ഒന്നു ചേർന്ന് അണിചേരാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ഇനി ശ്രീ പ്രേംപ്രകാശ് അടക്കമുള്ള ശ്രീ അസീസ് ബഡായി അടക്കമുള്ള അസീസ് കുമാരനെല്ലൂർ അടക്കമുള്ളവരൊക്കെ സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ YWCയുടെ ഒരു സ്കിറ്റ് അവരിവിടെ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നതാണ്, അതുകൂടി അറിയിക്കുന്നു. ശ്രീ പ്രേംപ്രകാശ്. സ്നേഹമുള്ളവരെ, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് ഈ ഒരു രമേശ് ചെന്നിത്തല നയിക്കുന്ന ഈ മഹത്തായ ഒരു കാരണത്തിന് വേണ്ടിയുള്ള ഈ ഒരു സംരംഭത്തിൽ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇത് വളരെ അഭിനന്ദനാർഹമായ ഒരു നീക്കമാണ്. ശ്രീ രമേശ് ചെന്നിത്തലയും പ്രിയങ്കരനായ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതുപോലെ മോഹൻ ജോസഫ്, KC ജോസഫ് സാർ, ഇവിടെ എല്ലാ നേതാക്കന്മാരും ഉണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം, ലഹരി വിരുദ്ധം എന്ന് പറയുന്നത് വെറുതെ നമ്മൾ സംസാരിച്ചത് കൊണ്ട് മാത്രമാകുകയില്ല. ഇത് കുടുംബങ്ങളിൽ നിന്നും തുടങ്ങണം. മാതാപിതാക്കൾ മക്കളെ ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം, മഹത്തായ കാര്യം. അതാണ് കുടുംബമാണ് വലുത്. മക്കൾ എവിടെ പോകുന്നു, മക്കൾ ഏത് സ്കൂളിൽ പഠിക്കുന്നു, ഏത് കൂട്ടുകാരുടെ കൂടെ പോകുന്നു എന്നുള്ളത് മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. അതില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സ്നേഹമാണ് ലഹരി, കുടുംബമാണ് ലഹരി. പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക, ജാതിയും മതവും മാറ്റിവെക്കുക, രാഷ്ട്രീയം മാറ്റിവെക്കുക, പരസ്പരം ബഹുമാനവും സ്നേഹവും എല്ലാ സമുദായക്കാരുമായി സ്നേഹബന്ധത്തിൽ ഏർപ്പെടുക. ഇതാണ് ഏറ്റവും അഭികാമ്യം. എനിക്ക് മാതാപിതാക്കളോട് വീണ്ടും പറയുന്നു, നിങ്ങളാണ് നിങ്ങളുടെ കുട്ടികളെ നോക്കേണ്ടത്. നമ്മുടെ പ്രസംഗങ്ങൾ കൊണ്ടൊന്നും മാത്രം ലഹരി വിരുദ്ധം സാധിക്കുന്നില്ല. പല അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അഭ്യർത്ഥന മാതാപിതാക്കളോടാണ്, നിങ്ങൾ മക്കളെ ശ്രദ്ധിക്കുക. താങ്ക് യു. യാക്കോബായ സഭയുടെ കോട്ടയത്തെ മെട്രോപൊളിറ്റൻ തിമോത്തിയോസ് തിരുമേനിക്ക് പനിയായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളായി ഇവിടെ
ഷൈജു അച്ഛനെ അയച്ചിട്ടുണ്ട്. അദ്ദേഹം 2 വാക്ക് സംസാരിക്കും. ഇതിന് നേതൃത്വം നൽകുന്ന ശ്രീ രമേശ് ചെന്നിത്തല MP, അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരെ, ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ ജനപ്രതിനിധികളുമേ, വളരെ സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണ്. ലോകം ഇന്ന് നേരിടുന്നതായ ഈ വലിയ വിപത്തിനെതിരെ ഒരു മുന്നേറ്റം നടത്തുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണത്തോടുകൂടെ കോൺഗ്രസ് സംവിധാനം നടത്തുന്നതായ ഈ പ്രകടനത്തിൻ്റെ ഈ ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്ക് എതിരെയുള്ളതായ ഈ നടപടികൾ ഏത് സാഹചാർഹമാണ്. ലോകത്ത് ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നതായ വലിയ വിപത്തിനെ നേരിടുവാൻ തക്കവണ്ണം ലോക ജനത സജ്ജമാക്കപ്പെടണം എന്നുള്ള വലിയ ചിന്തയോടുകൂടെ ആ വലിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുന്നേറ്റ ജാഥ ഇന്ന് ഈ പുലർക്കാലത്തിൽ ഇവിടെ നടത്തപ്പെടുന്നത്. ഇതിനെല്ലാവിധമായ സർവോന്മുഖമായ പിന്തുണകളും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പാതകളിലൂടെ കോട്ടയം ഭദ്രാസനത്തെ പ്രതിനിധീകരിച്ച് അഭിനന്യ പിതാവായ തോമസ് തീമോത്യോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സിന് പകരമായി ഇവിടെ കടന്നു വന്ന് ഈ മുന്നണി യാഥയിൽ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാരവാഹികളോടൊപ്പം ചേർന്ന് ഇതിന് എല്ലാവിധമായ പ്രോത്സാഹനങ്ങളും നൽകുവാൻ തക്കവണ്ണം ഉള്ള ക്രമീകരണത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചുള്ള നന്ദിയും ഇതിൻ്റെ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടുള്ളതായ എല്ലാവിധമായ ക്രൈസ്തവ സമൂഹത്തിനുള്ളതായ എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ അസീസ് കുമാരനെല്ലൂര്, മുസ്ലിം ലീഗിൻ്റെ നേതാവ്, 2 വാക്ക് സംസാരിക്കും. പ്രിയമുള്ള നമ്മുടെ പ്രിയങ്കരനായ MLA, അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലെ നെടുന്തൂണായ ശ്രീ രമേശ് ചെന്നിത്തല അവരുകളെ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ വാക്ക് അഗൈൻസ്റ്റ് ഡ്രഗ്സ് എന്ന പരിപാടി ഈ കാലഘട്ടത്തിന് അനിവാര്യമാണ്. അതിവിടെ വളരെ ഗംഭീരമായി എല്ലാ ജില്ലകളിലും നല്ല ഗംഭീരമായ ഈ രാവിലത്തെ ഇതിൽ ബഹുജനങ്ങൾ ഒരുപാട് പേര് സഹകരിച്ചുകൊണ്ട് പോകുന്ന ഈ പരിപാടിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. ബേക്കർ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു സ്കിറ്റ് കൂടി ഉണ്ട് ഇവിടെ. അല്ല, ആ പരിപാടി ഉണ്ട് ഇവിടെ. ആരും അധികം പിരിഞ്ഞു പോകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പ്രോഗ്രാം, ഈ സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനുശേഷം ബേക്കർ സ്കൂളിലെ കുട്ടികളുടെ നാടകമുണ്ട്, ഇത്തിത്താനം സ്കൂളിലെ കുട്ടികളുടെ കലാപരിപാടികളുണ്ട്, നമ്മുടെ YWCAയുടെ അവരുടെ പരിപാടികളുണ്ട്. അപ്പോൾ ദേശീയ ഗാനത്തിന് ശേഷമാണ് ആ പരിപാടികളൊക്കെ നടക്കുന്നത്. ദേശീയ ഗാനം ഒന്ന് ചേർത്ത്, ഈ സമ്മേളനം ദേശീയ ഗാനത്തോടുകൂടി അവസാനിക്കും. അതിനുശേഷമാണ് കലാപരിപാടികൾ. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുകയാണ്. ഈ പരിപാടിയുടെ സംഘാടകരായിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ ജോസഫ് വാഴക്കൻ, പ്രിയങ്കരനായ ശ്രീ PS സലിം, ശ്രീ ടോമി കല്ലാനി, ശ്രീ ഫിലിപ്പ് ജോസഫ്, ശ്രീമതി സുധാ കുര്യൻ, ശ്രീ കുഞ്ഞില്ലമ്പള്ളി, ടോം ഗോര, PS രഘുറാം, നമ്മുടെ ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത നമ്മുടെ ഈ സംഘാടക സമിതിയുടെ ബിജു പുന്നത്താനും, സംഘാടക സമിതിയുടെ ചെയർമാൻ പ്രിയങ്കരനായ നമ്മുടെ തിരുവഞ്ചൂർ സാറ്, നീണ്ടൂർ മുരളി, ആനന്ദ് മഞ്ഞിക്കാരൻ, DCC ഭാരവാഹികൾ എല്ലാവരും ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാവരും, സൽമിയേട്ടൻ, അങ്ങനെ ഞാൻ പ്രത്യേകമായി ഇനി ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ, PR സോന, അങ്ങനെ എല്ലാവരും ഈ പരിപാടിയുടെ ആദ്യ ആലോചനാ യോഗം മുതൽ ഇതുവരെ ഈ പരിപാടി, ശ്രീ G ഗോപകുമാർ, അങ്ങനെ എല്ലാവരും ഇവിടെയുണ്ട്. എല്ലാവരോടും പ്രത്യേകമായി നന്ദി പറയുന്നു. നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരോടും ഈ സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി പറയുന്നു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ സ്കൂളിലെ കുട്ടികളും, 100 കണക്കിന് കുട്ടികളാണ് നമ്മുടെ ഈ സ്കൂളിലെ ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത്. ആ സ്കൂളിലെ മാനേജ്മെൻറ്റിനും ആ കുട്ടികൾക്കും
നമ്മുടെ സംഘാടക സമിതിക്ക് വേണ്ടിയിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ മിസ്റ്റർ ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ എബൻ ബിജുവിനെ ആദരിക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ എത്തിച്ചേരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മിസ്റ്റർ ഇന്ത്യ എല്ലാം ഏർപ്പാടി അപ്പം ഏതാ പ്രൗഡ് കേരളയുടെ ചെയർമാൻ ശ്രീ മലയങ്കീഴ് വേണുഗോപാൽ ഒരു വാക്ക്. പ്രൗഡ് കേരളയുടെ 12ാമത്തെ വോക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഒരു ചരിത്ര സംഭവമാക്കി മാറ്റിയ, ഏറ്റവും അധികം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച ഇവിടുത്തെ സംഘാടക സമിതിക്ക്, പ്രൗഡ് കേരളയ്ക്കുള്ള അഗൈതവുമായ നന്ദി കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ഞങ്ങളെ സംഘടനയ്ക്ക് വേണ്ടി ബഹുമാന പുരസ്സരം അഭിവാദ്യം ചെയ്യുന്നു. നന്ദി. ദേശീയ ഗാനം മിസ്റ്റർ ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീ എബിന് നമ്മൾ ഇവിടെ ആദരിക്കുകയാണ്. ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തല, പ്രൗഡ് കേരളയുടെ ചെയർമാൻ, ഈ വാക്കത്തോണിന് നേതൃത്വം കൊടുത്ത അദ്ദേഹം ഇവിടെ ആദരിക്കുന്നുണ്ട്. ദേശീയ ഗാനത്തിന് ശേഷം വിവിധ സ്കൂളുകളും YWC അടക്കമുള്ളവരുടെ സ്കിറ്റുകൾ ഇവിടെ ഉണ്ടാകും. ദേശീയ ഗാനം जनगणमनादिनायक जय गे भारत भाग्य विदाता पंजाब सिंधु गुजरात मराठा द्राविड़ उत्कल गंगा विंजगी माजल यमुना गंगा उच्चल जलजिदरंगा तब शुभ नामे गागे तब शुभ आशीष मागे गागे तब जय गादा जनगण मंगलदायक जय गे भारत भाग्य विदाता जय गे जय गे जय गे जय 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 गे